ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ YS ടോക്സ് എന്നുള്ള യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ചായി. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മളൊരു ഡെയിലി വ്ളോഗ് എന്നുള്ള രൂപത്തിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാകണം. നിങ്ങളൊക്കെ പിന്തുണയും സപ്പോർട്ടുമാണ് നമ്മളെ വളർച്ചയുടെ മുതൽക്കൂട്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാവരും നല്ല സപ്പോർട്ടും പിന്തുണയും തരണം. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമ്മളുള്ളത് കോർഫുഖാനിലാണ്. കോർഫുഖാൻ എന്ന് പറഞ്ഞാൽ UAE രാജ്യത്ത് ഷാർജ എമിറേറ്റിലെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനോഹരമായ ഒരു പ്രദേശമാണ് കോർഫുഖാൻ എന്ന് പറയുന്നത്. ആ കോർഫുഖാനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഈ കോർഫുഖാനിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ടൂറിസ്റ്റ് അട്രാക്ഷനുകൾ ഉണ്ട്. അതിനെ ഓരോന്നിനെ കുറിച്ചും നമുക്ക് വിശദമായിട്ട് പറയാനുണ്ട്. കൂടുതലായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞുതരാം. നല്ല നല്ല ഭക്ഷണങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ സൂചിപ്പിച്ചല്ലോ, നല്ല ടൂറിസ്റ്റ് അട്രാക്ഷനുകൾ. ഇവിടെ പ്രധാനമായിട്ട് ഇവിടെ നല്ല മലകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഗുഹാ റോഡുകൾ, അത് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ്. അതുപോലെ തന്നെ കോർഫുഖാൻ ബീച്ച് വളരെ മനോഹരമായൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വാട്ടർഫോൾസ് ഉണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ വളരെ മനോഹരമായ സ്ഥലമാണ്. അതുപോലെ തന്നെ ലുലയ്യ ബീച്ച്, പിന്നെ ഇവിടെ ഒരു ഡാം ഉണ്ട്. ഇങ്ങനെ ഒരുപാട് നല്ല നല്ല അട്രാക്ഷനുകളുണ്ട്. കോട്ട ഉണ്ട്, നിങ്ങൾക്ക് മലയുടെ മുകളിൽ കയറാനുള്ള അവസരങ്ങളുണ്ട്. ഡാമിൽ ചെറിയ ചെറിയ ബോട്ടുകൾ സവാരി നടത്താനുള്ള അവസരങ്ങളുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഇത്തരം മനോഹരമായ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഞങ്ങൾ സ്ഥിരമായിട്ട് നടന്നു പോകുന്ന വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് കാണുന്നത് പോലീസ് സ്റ്റേഷനാണ്. അങ്ങോട്ടേക്ക് നമുക്ക് ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല, അതുകൊണ്ട് അത് കാണിക്കുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ചപ്പുറത്ത് ഞങ്ങൾ സ്ഥിരമായിട്ട് ചായ കുടിക്കണ ഒരു ഷോപ്പുണ്ട്. ഞങ്ങൾ അവിടെ പോയിട്ട് ചായ കുടിക്കും. ചിലപ്പോൾ എന്തെങ്കിലും നല്ല ഭക്ഷണം കഴിക്കാൻ തോന്നിയാൽ കഴിക്കും. അപ്പോൾ അതൊക്കെ നമ്മളെ വീഡിയോയിൽ തീർച്ചയായിട്ടും നമ്മളെ കാണിക്കും. ആ സൈക്കിളോ പോണ ആള് ഞങ്ങൾക്കൊക്കെ ഇവിടെ വളരെ വേണ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. മജീദ് ഖാൻ എന്ന് പറയും. ഞങ്ങളുടെ നാട്ടുകാരനാണ്. ഞങ്ങൾക്ക് എല്ലാം നല്ല ഉപകാരമുള്ള ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ എപ്പോഴും ഞങ്ങൾ ഒരു വാപ്പാന്റെ സ്ഥാനത്ത് കാണുന്ന ഒരു മനുഷ്യനും കൂടിയാണ്. അപ്പോൾ ഞങ്ങളെ ഇടത് ഭാഗത്ത് നല്ലൊരു മന്തി സ്പോട്ട് ഉണ്ട്. കോർഫുഖാനിലെ നല്ല ബെസ്റ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ അടിപൊളി മന്തി കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു ഷോപ്പുണ്ട്. ഷോപ്പിന്റെ ഡീറ്റെയിൽസും അല്ലെങ്കിൽ അവിടുത്തെ മന്തിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് പങ്കുവെക്കാം. അതുപോലെ തന്നെ നല്ല അടിപൊളി മജ്ബൂസാണ്, നല്ല അടിപൊളി റൈസാണ്. അപ്പോൾ അത് ആ പേര് തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. ഏതായാലും സ്ഥാപനത്തിന്റെ പേര് നമ്മളിപ്പോ ഇതിൽ പറയുന്നില്ല. അപ്പോൾ കോർഫുഖാന്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ, കോർഫുഖാനിൽ പല കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ കോർഫുഖാനിലെ ഒരു പ്രത്യേകത ഞാൻ പറയാം. ഈ കോർഫുഖാനിലെ ആളുകൾ ഇപ്പോൾ ജോലിക്കൊക്കെ വരുമല്ലോ. ഈ ജോലിക്ക് വന്ന ആളുകൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവിടെ വിട്ട് പോകാറില്ല. കോർഫുഖാൻ വിട്ടിട്ട് ആളുകൾ പോകാറില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഒന്നെങ്കിൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട ശമ്പളത്തിന് വേറെ ജോലി നോക്കുക, അല്ലെങ്കിൽ ഉള്ള ജോലി തന്നെ കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ ശമ്പളം കൂട്ടി കിട്ടുകയാണെങ്കിൽ അവിടെ തന്നെ നിൽക്കുകയൊക്കെ ചെയ്യും. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ പോലും പല ആളുകളും വർഷങ്ങളോളം കോർഫുഖാനിൽ സ്ഥിരമായി ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകത കോർഫുഖാനിലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ ചില പ്രദേശങ്ങൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും പ്രദേശങ്ങൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റിൽ ഒന്ന് അറിയിക്കണം. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഒരു മെഷീൻ കോഫി അല്ലെങ്കിൽ മെഷീൻ ചായ കുടിക്കാനാണ്. കോർഫുഖാനിൽ ഒരുപാട് സ്ഥലത്ത് ഞാനത് കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ ഷോപ്പിൽ ഉണ്ട്, കുഴപ്പമില്ല എന്ന് തോന്നുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇവിടുന്ന് കുടിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ക്യാപിച്ചിനാണ് കുടിക്കുന്നത്. മെഷീനിന്ന് ഇതാ കോഫി വരുന്നുണ്ട്. യെസ്, ഡൺ. അടുത്ത കോഫി നമ്മളെ ക്യാമറമാൻക്കുള്ള കോഫിയാണ്. അതും ക്യാപിച്ചിനാണ്.
ഡൺ. കോഫി അടിപൊളിയാണ്, പക്ഷെ ഒരു പാളിച്ച പറ്റി. കോഫിക്ക് 2 റുപ്യ എന്ന് വിചാരിച്ച് കയറിയതാണ്. 3 കോഫിക്ക് 6 റുപ്യ ആയിട്ടുണ്ട്. ഏതായാലും ഈ പെടല് അടുത്ത പ്രാവശ്യം ഇനി പെടാതിരിക്കാൻ ശ്രദ്ധിക്കാം. അല്ല, പെടല് പ്രത്യേകിച്ച് പെടല് എന്ന് പറയില്ല, പക്ഷെ നമ്മൾ കോഫി സെലക്ട് ചെയ്തു. കോഫി സെലക്ട് ചെയ്താൽ മതിയായിരുന്നു. നമ്മൾ എന്ത് ചെയ്തു, ക്യാപ്പുച്ചിനോ സെലക്ട് ചെയ്തു. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാതെ കൂടുതൽ ക്യാഷ് ചെലവായി. അതെ, അത് പ്രശ്നമില്ല, നമ്മൾ അടുത്തിൽ ഓടി പിടിക്കും. ഷവർമ തീർച്ചയായിട്ടും കഴിക്കണം. നല്ല ഷവർമന്റെ അടിപൊളി സ്പോട്ട് ഉണ്ട് കേട്ടോ അവിടെ. അത് തീർച്ചയായിട്ടും നമ്മൾ ആ ഷവർമനെ ഒരു ദിവസം പരിചയപ്പെടുത്താം. അടുത്ത വീഡിയോയിൽ നമ്മൾ തീർച്ചയായിട്ടും ആ ഷവർമ പരിചയപ്പെടുത്തും. നമ്മൾ ഇരിക്കുന്നത് കോർഫുക്കാലിലെ ഒരു ബസ് സ്റ്റോപ്പിലാണ്. ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഷാർജയിലേക്ക് പോകാനും അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഫുജൈറയ്ക്ക് പോകാനൊക്കെ ഉള്ളത്. ഇവിടെ ഏറ്റവും അടുത്ത ഒരു പ്രധാന സിറ്റി അല്ലെങ്കിൽ പ്രധാന ഏരിയ എന്ന് പറഞ്ഞാൽ ഫുജൈറ കേട്ടോ. അപ്പോൾ ഫുജൈറയ്ക്ക് പോകാൻ, അതുപോലെ തന്നെ ഷാർജയ്ക്ക്, അതായത് മെയിൻ ഏരിയക്ക് പോകാനൊക്കെ നമുക്ക് ഇവിടെ നിന്നാണ് ബസ് കിട്ടുക. ടാക്സി ഇവിടെ നിന്ന് കിട്ടും, പക്ഷെ ടാക്സി ഇവിടെ നിർത്താൻ പാടില്ല. കുറച്ച് അപ്പുറത്ത് ടാക്സി നിർത്തും, അങ്ങനെയും പോകാം. അപ്പോൾ ഈ കാണുന്ന ഈ ഭാഗത്താണ് നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ ഒരു മജീദ് അക്കർ എന്നൊരു വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹം താമസിക്കുന്ന ഈ ഭാഗത്താണ്. അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങൾക്ക് നമ്മളെ എന്താ പറയാ ഉപ്പാന്റെ സ്ഥാനത്ത് നമ്മൾ കാണുന്നുണ്ട്. എന്നാലും നമുക്ക് സുഹൃത്തുമാണ്. അതായത് ഞങ്ങൾ പ്രായം നോക്കാതെ സൗഹൃദം സ്ഥാപിക്കുന്ന ആൾക്കാരായതുകൊണ്ട് പ്രായത്തിൽ കൂടിയ ആൾക്കാരൊക്കെ ഞങ്ങൾക്ക് സുഹൃത്തുക്കളായിരിക്കും. ഞങ്ങളെ സമപ്രായക്കാരും താഴെയുള്ള പ്രായക്കാരൊക്കെ സുഹൃത്തുക്കളാണ്. അത് പ്രവാസത്തിന്റെ ഒരു ഭാഗമാണല്ലോ. അപ്പൊ ഈ ഭാഗത്താണ് അദ്ദേഹം താമസിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിന് നമ്മളെ വ്ളോഗിൽ കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും മറ്റൊരു ദിവസം നമുക്ക് അദ്ദേഹത്തിനെ നമ്മളെ വ്ളോഗിൽ കൊണ്ടുവരാറുണ്ട്. പിന്നെ അപ്പൊ എല്ലാവരും ഇന്ന് നമ്മൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, എല്ലാവിധ പിന്തുണയും നൽകുക. തീർച്ചയായിട്ടും വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു.